ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. പ്രധാനമായിട്ടും ഡിസ്ക് ബ്രേക്ക് വണ്ടികൾ ഉപയോഗിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. നിങ്ങളുടെ വണ്ടിയുടെ ഡിസ്ക് പാഡ് തേഞ്ഞു തീർന്നിട്ടും നിങ്ങളത് റീപ്ലേസ് ചെയ്യാതെ വണ്ടി പിന്നും ഓടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഡിസ്ക് പാഡ് മുഴുവനായി തേഞ്ഞു തീർന്നിട്ടും നിങ്ങൾ പിന്നെയും നല്ല രീതിയിൽ ബ്രേക്ക് യൂസ് ചെയ്ത് വണ്ടി ഓടിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഡിസ്ക് പ്ലേറ്റിനെ ആയിരിക്കും ബാധിക്കുന്നത്. നിങ്ങളുടെ വണ്ടിയുടെ ഡിസ്ക് പാഡ് മുഴുവനായി തേഞ്ഞു തീർന്നാൽ പിന്നെ അതിൽ ബാക്കി ഉണ്ടായിരിക്കുന്നത് പാഡ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഇരുമ്പ് ഫ്രെയിം ആയിരിക്കും. പാഡ് മുഴുവനായി തേഞ്ഞു തീർന്നിട്ടും പിന്നെയും നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ആ ഒരു ഇരുമ്പ് ഫ്രെയിം നിങ്ങളുടെ ഡിസ്ക് പ്ലേറ്റുമായി പിടിക്കുകയും ഡിസ്ക് പ്ലേറ്റ് നല്ല രീതിയിൽ സ്ക്രാച്ച് ആയിട്ട് ഡാമേജ് ആവുകയും ചെയ്യുന്നു. ഇങ്ങനെ സ്ക്രാച്ച് ആയതിനു ശേഷമാണ് നിങ്ങൾ പുതിയ ഡിസ്ക് പാഡ് വാങ്ങിയിടുന്നതെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് പഴയ പോലെ എഫക്റ്റ് ആയി കിട്ടിയെന്ന് വരില്ല. പിന്നെയുള്ള ഒരു ഓപ്ഷൻ ഡിസ്ക് പ്ലേറ്റ് മാറുക എന്നുള്ളത് മാത്രമാണ്. ഈ ഡിസ്ക് പ്ലേറ്റ് മാറുക എന്നുള്ളത് നല്ല ചെലവ് വരുന്ന ഒരു കാര്യം തന്നെയാണ്. റോയൽ എൻഫീൽഡിന്റെ വണ്ടികളിലാണെങ്കിൽ ഒൺ സൈഡിന്റെ ഡിസ്ക് പ്ലേറ്റിന്റെ വില വരുന്നത് 2000-ന് മുകളിലാണ്. ഇന്റർസെപ്റ്റർ മോഡൽ വണ്ടികളിലാണെങ്കിൽ ഒൺ സൈഡ് ഡിസ്ക് പ്ലേറ്റിന് 4000-ന് മുകളിലാണ് വില വരുന്നത്. നിങ്ങളുടെ ചെറിയൊരു അശ്രദ്ധ നിങ്ങളുടെ കയ്യിൽ നിന്നും വലിയൊരു തുക തന്നെ നഷ്ടപ്പെടുത്താൻ കാരണമാകും. ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടികൾ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നിങ്ങളുടെ വണ്ടി സർവീസ് ചെയ്യുന്ന സമയത്ത് ഡിസ്ക് പാഡിന്റെ തേയ്മാനം കൂടി ചെക്ക് ചെയ്യിപ്പിച്ച് അത് കറക്റ്റ് സമയത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ കാണുന്നത് റോയൽ എൻഫീൽഡ് വണ്ടികളിൽ നോർമലായിട്ട് വരുന്ന ഡിസ്ക് പാഡാണ്. ഈ ഡിസ്ക് പാഡിന്റെ വില വരുന്നത് 230 രൂപയാണ്. ഇങ്ങനെ 230 രൂപ ചെലവാക്കേണ്ട സ്ഥാനത്ത് നിങ്ങളത് കറക്റ്റായി മാറാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു അശ്രദ്ധ മൂലം നിങ്ങൾക്ക് അവിടെ ചെലവാക്കേണ്ടി വരുന്നത് 2000 രൂപ മുതൽ 4000 രൂപ വരെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.